നമ്മളെ നാട്ടിലിപ്പം റോഡ് നിറച്ച് ക്യാമറ അല്ലേ, ഏത് ഭാഗത്ത് നോക്കിയാലും ക്യാമറ. ഇപ്പം ഇങ്ങനെ നിറച്ച് ക്യാമറ ഒക്കെ വെച്ചാൽ ഈ സമയത്ത് നമുക്ക് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ, യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാപ്പാണ് വേസ്. ഗൂഗിൾ മാപ്പിനേക്കാണൊക്കെ വേറെ ലെവൽ മാപ്പാണ് വേസ്. വേസിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചറുകളുണ്ട്. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ വേസ് നമുക്ക് ഉപയോഗിക്കാം. വേസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഈ വേസിലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചർ എന്താ വെച്ചാൽ, സാധാരണ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക, ട്രിപ്പ് പ്ലാൻ ചെയ്യുക, ഒക്കെ ചെയ്യുക. അത് കൂടാണ്ട് ഇതിപ്പോൾ ഞാനിവിടെ നിന്നെടുത്തുന്നതായതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാനാകില്ല. ഒരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ക്യാമറകളുണ്ട് എന്നത് അലർട്ട് തരും. ഈ മാപ്പ് അലർട്ട് തരും. ഈ ക്യാമറൻ്റെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് അലർട്ട് തരും. അതുപോലെ റോഡിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അലർട്ട് തരും. ട്രാഫിക് ജാമും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് റീഡയറക്റ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചറുകളുണ്ട് ഇതിന്. ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് റോഡ് നമുക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അതുവരെ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ബ്ലോക്ക് ആകുന്ന രീതിയിൽ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അലർട്ട് തരും. പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ അതും അലർട്ട് ചെയ്യും. ഒരുവിധം യാത്രയിൽ സംഭവിക്കാവുന്ന ഏത് കാര്യത്തിനെ പറ്റിയും നമുക്ക് അലർട്ട് തരുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് ഫീച്ചറുകളിലെ നല്ലൊരു മാപ്പാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഗൂഗിൾ മാപ്പിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു മാപ്പ്. പിന്നെ വേറെ ഒന്നുണ്ട്, വേസ് ഒരു ഇസ്രായേൽ കമ്പനീൻ്റെതായനും അത് കുറേ കൊല്ലം മുമ്പ് ഗൂഗിൾ വാങ്ങിയതാണ്. ഇപ്പം ഗൂഗിൾ തന്നെ ആണ് സംഭവം ഇതിൻ്റെ ഓണർ. എന്നാലും ഗൂഗിൾ മാപ്പിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ഫീച്ചറുകളുണ്ട്. ഒന്ന് ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട, അതും നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.